പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വന്ദരായ പ്രവാചകന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, കർത്താവിൽ വാത്സല്യമുള്ളവരെ, 1979 അന്താരാഷ്ട്ര ശിശുവർഷം കൊണ്ടാടിയ സമയത്ത് മലങ്കര സഭ 2 സ്ഥാപനങ്ങൾക്കാണ് തുടക്കം കുറിച്ചത്. ഒന്ന് ഈ സ്ഥാപനവും മറ്റേത് തിരുവനന്തപുരത്തെ ഹോളി ട്രിനിറ്റി ഡിസേബിൾ ചിൽഡ്രൻസ് ഹോം. മലമ്പുഴ പ്രദേശത്ത് ഈ സ്ഥാപനം തുടങ്ങിയപ്പോൾ അന്ന് നഗരസഭയുടെ പരമാധ്യക്ഷനായിരുന്നത് പരിശുദ്ധനായ മാത്യൂസ് പൗരൻ ബാവ തിരുമേനിയാണ്. അന്ന് പരിശുദ്ധനായ വടശ്ശേരി തിരുമേനിയെ ഒരു പരിശുദ്ധനായി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ ജന്മനാടിനടുത്ത് ഈ സ്ഥാപനം ഉണ്ടായപ്പോൾ അത് അദ്ദേഹത്തിന്റെ നാമത്തിൽ തന്നെ ആയിരിക്കട്ടെ എന്നുള്ള തീരുമാനമാണ് ഉണ്ടായത്. എന്നാൽ ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന വേളയിൽ പരിശുദ്ധ മാത്യൂസ് പൗരൻ ബാവ തന്നെ ഇതിന് കരുണഗിരി എന്ന് പേരും ഇടുകയും ചെയ്തു. അങ്ങനെയാണ് പനിയമ്പാറ കരുണഗിരി MGD ആശ്രമവും ബാലഭവനവും ഉണ്ടാകുന്നത്. ഈ സ്ഥാപനം തുടങ്ങുവാനായി ദൈവം ഉപയോഗിച്ചത് ഭാഗ്യസ്മരണായ വലിയ തിരുമേനിയെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ വളരെ നിർബന്ധമായിട്ടുണ്ടായിരുന്ന ആഗ്രഹം പുതുപ്പാടി സെന്റ് പോൾസ് ആശ്രമവും ബാലഭവനവും പോലെ തന്നെ തിരുമേനിയുടെ ചുമതലയിലുള്ള നിരണം ഭദ്രാസനത്തിൽ പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുടെ നാമത്തിൽ ആയിരിക്കണം ഒരു സ്ഥാപനമാണ്. അപ്പോൾ സെന്റ് പോൾസ് ആശ്രമം എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ തിരുമേനി ഒരു സെന്റ് തോമസ് ആശ്രമം വിഭാവനം ചെയ്തിരുന്നു. ഇതിന്റെ തുടക്കത്തിലും കാര്യങ്ങൾക്കുമെല്ലാം ദൈവം ഉപയോഗിച്ച ഒരാളാണ് വന്ദനായ ഫിലിപ്പ് റമ്പാശൻ. അദ്ദേഹം വളരെയേറെ ഇതിന്റെ നിർമ്മാണത്തിനും കെട്ടുപണിക്കും രൂപീകരണത്തിനും വേണ്ടി കഠിനമായി അധ്വാനിച്ചു. ഇവിടെ നിന്നാണ് അദ്ദേഹം ആന്ധ്രാപ്രദേശത്തെ യാശാരാമിൽ സ്ഥാപനം തുടങ്ങുവാനായിട്ട് പോയത്. 1981 ഞങ്ങൾ 2 ശമാശന്മാരിവിടെ ഇതിന്റെ പ്രവർത്തകരായിട്ട് വന്നു. അപ്പോൾ തിരുമേനിയുടെ മനസ്സിൽ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി രാഷ്ട്ര സമൂഹം ശക്തപ്പെടും എന്ന് ആഗ്രഹിച്ചു, പ്രതീക്ഷിച്ചു. അത് പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ട് തിരുമേനി അന്ന് വിഭാവനം ചെയ്തതുപോലെ അത് മുന്നോട്ട് പോയില്ല. എങ്കിലും അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ അതിന്റെ എല്ലാവിധമായ കാര്യങ്ങളും കണ്ട് സന്തോഷിക്കാനും ബലഹീനരായ ഞങ്ങളെ അനുഗ്രഹിച്ച് യാത്രയാകാനും ഇടയായി. ഇവിടെ ഒരു ആശ്രമ സംവിധാനം രൂപീകരിക്കാനുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ തിരുവനന്തപുരത്ത് കാരുണ്യ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സമൂഹം അവിടെ തുടങ്ങി. എന്നാൽ തിരുവേന്ദ്ര കൽപ്പനപ്രകാരവും നിർദ്ദേശപ്രകാരവും അതിന്റെ ഹെഡ്ക്വാർട്ടറായി ഇവിടെ തന്നെ അത് മാറ്റി സ്ഥാപിക്കുകയും ആണ് ചെയ്തത്. പുതുപ്പാടി സെന്റ് പോൾസ് ആശ്രമം ബാലഭവനത്തിന്റെ അതേ ഭരണഘടന അനുസരിച്ചാണ് 1979 ഈ സ്ഥാപനം രജിസ്ട്രാർ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തത് പ്രവർത്തനം ആരംഭിച്ചത്. ഈ പ്രദേശത്തുള്ളവർ ഈ സ്ഥാപനത്തെ വളരെയേറെ സ്നേഹിക്കുകയും സഹായിക്കുകയും
അഭിവൃദ്ധിയിലൂടെ വളർന്നു വരുന്നു എന്ന് അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇപ്പോൾ ആശ്രമ അംഗങ്ങൾക്ക് താമസിക്കാനുള്ള കെട്ടിടവും സൗകര്യങ്ങളും ഒക്കെയായി 13 ആശ്രമ അംഗങ്ങളാണ് ഇപ്പോൾ ഔദ്യോഗികമായി ഈ ആശ്രമ സമൂഹത്തിൽ ഉള്ളത്. അതിൽ 3 പേർക്ക് ഇന്ന് ഈ സന്യാസ സ്ഥാനത്തിന്റെ വസ്ത്രദാനം നൽകുകയാണ് ബഹുമാനപ്പെട്ട ജിനേഷ് വർക്കി അച്ഛൻ, എബ്രഹാം വർഗീസ് അച്ഛൻ, അതുപോലെ തോമസ് ജോൺ അച്ഛൻ, അതുപോലെ വർഗീസ് ജോർജ് ഷമാശ്. ജിനേഷ് വർക്കി അച്ഛൻ ആദ്യകാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ബാംഗ്ലൂരിൽ മിഷൻ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന 5 സ്ഥാപനങ്ങളുടെ ഒരു പ്രധാന പ്രവർത്തകനായി അവിടെ പ്രവർത്തിച്ചു വരുന്നു. എയ്ഡ്സ് രോഗികളുടെ കുഞ്ഞുങ്ങളെ പുനരധിവസിപ്പിക്കുന്ന ഒരു സ്ഥാപനം, എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടിയുള്ള ഒരു സ്ഥാപനം, അങ്ങനെ വളരെ വിപുലമായ കർണാടക ഗവൺമെന്റിന്റെ നല്ല പ്രശസ്തിക്കും അംഗീകാരത്തിനും ലഭിക്കത്തക്കവണ്ണം നഗരസഭയിലെ സാക്ഷ്യമുള്ള ഒരു സ്ഥാപനമായി അത് വളർന്നു വരുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്കെല്ലാം സന്തോഷമുണ്ട്. നിങ്ങൾ പോയിട്ടില്ലാത്തവർ അവിടെ പോയി ആ സ്ഥാപനം കാണുകയും ചെയ്യണം. ഇപ്പോൾ അതിനോട് ചേർന്ന് എയ്ഡ്സ് രോഗികൾക്കും മറ്റുമായി ഒരു ആശുപത്രിയും പണിതുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തി 1.5 കോടി രൂപ തരാനായിട്ട് ദൈവം ഉപയോഗിച്ചു. ദൈവത്തിന്റെ വഴികൾ അബോധമാണ്. മനുഷ്യരായ നമുക്കത് അറിയില്ല. പക്ഷെ അത് പ്രാർത്ഥിച്ച് പ്രാപിക്കാനുള്ള കൃപ പ്രാപിക്കാനുള്ള ഒരുക്കം നമുക്കുണ്ടായാൽ മതി. 1.5 കോടി രൂപ വാഗ്ദാനം ചെയ്തു. പകുതിയിലധികം രൂപ അവിടെ ലഭിച്ചു. എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടി ഒരു ഫുൾ ഫ്ലഡ്ജ് എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രി ഇവിടെ പണിത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജലധാരയിൽ ബാംഗ്ലൂരിൽ കുഞ്ഞുങ്ങളുടെ ഒരു സ്ഥാപനമുണ്ട്. വൃദ്ധരായിട്ടുള്ളവരുടെ പുനരധിവാസ കേന്ദ്രമുണ്ട്. ബാംഗ്ലൂരിൽ തന്നെ മിഷൻ ബോർഡിന് ഒരു നല്ല സ്കൂളും 10ാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂളുണ്ട്. അത് 12ാം ക്ലാസ്സിൽ ആയിട്ട് ഗവൺമെന്റ് താമസത്തിന് അംഗീകാരം നൽകുകയും ചെയ്യും. തോമസ് ജോൺ അച്ഛൻ പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരത്ത് കാരുണ്യ ഗൈഡൻസ് സെന്ററാണ്. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അവിടെ തന്നെ കാരുണ്യ ഗൈഡൻസ് സെന്ററുണ്ട്, വിശ്രാന്തി ഭവനുണ്ട്. വർഗീസ് ജോർജ് ഷമാശൻ വിശ്രാന്തി ഭവനിൽ പ്രവർത്തിക്കുന്നു. കാരുണ്യായി അനുദിനം 75 പേർക്കെങ്കിലും നമ്മൾ താമസവും ഭക്ഷണവും നൽകുന്നുണ്ട്. വിശ്രാന്തി ഭവനിൽ ഇപ്പോൾ 85 പേരോളമുണ്ട്. ക്യാൻസർ ബാധിതരായി ചികിത്സ കൊണ്ട് ഭേദമാകാതെ കഴിയുന്നവരെയും തെരുവിൽ അലഞ്ഞു നടക്കുന്നവരെയും ഭവനങ്ങളിൽ നിന്ന് ഉപേക്ഷിക്കുന്നവരെയുമാണ് അവിടെ പുനരധിവസിപ്പിക്കുന്നത്. സഭാ മിഷൻ ബോർഡിന്റെ സ്ഥാപനങ്ങളിൽ പ്രധാന പ്രവർത്തകരായി ആരോഗ്യവും ഒന്നും നോക്കാതെ അഹോരാത്രം അധ്വാനിക്കുന്നത് പുതുപ്പാടി സെന്റ് പോൾസിലെയും അതുപോലെ ഈ സമൂഹത്തിലെയും ബഹുമാനിതരായ വൈദികരാണ്. ഒരുപാട് സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ വളരെ വളരെ ദൈവം തുറന്ന് തരുന്നതാണ്. പക്ഷെ ഇവിടെയൊക്കെ പണം അത്ര കാര്യം, പണത്തിനൊരു പ്രയാസമുണ്ടെങ്കിലും പണം അത്ര ഒരു വലിയ പ്രയാസമല്ല. പ്രധാന പ്രതിസന്ധിയായിട്ടുള്ളത് ഉത്തമരായ സമർപ്പണമുള്ള പൂർണ്ണ സമയ പ്രവർത്തകരെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനായ തിരുപ്പറമ്പാച്ചൻ 80 വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പൗരോഹിത്യ ഗോൾഡൻ ജൂബിലി 50 വർഷം ഈ വർഷമാണ് കൊണ്ടാടിയിരുന്നത്. ഇടയ്ക്കുള്ള മരണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഈ പ്രായത്തിലും തന്റെ ആരോഗ്യപരമായ പരിമിതികളെ എല്ലാം അവഗണിച്ച് അദ്ദേഹം കേരളത്തിനും വെളിയിലും ഇപ്പോൾ ആൻഡ് മൈൻസിലും ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് ഉള്ള ഓർഡറിലാണ് പ്രഭാഷൻ. തിരുവേനി കാലം ചെയ്യുന്ന സമയത്ത് 3 സ്ഥാപനങ്ങൾ കൂടി തുടങ്ങണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ആൻഡമാൻസിലൊരു സ്ഥാപനം, ഗുജറാത്തിലൊരു സ്ഥാപനം, കഴിയുമെങ്കിൽ ആഫ്രിക്കയിലും
ഒരു സ്ഥാപനം ഉണ്ടാകണം എന്നാണ് തിരുമേനി ആഗ്രഹിച്ചിരുന്നത്. ആൻഡമാൻസിൽ വസ്തു എഴുതുന്ന സ്റ്റേജിലായി ഗുജറാത്തിൽ 3 ഏക്കർ സ്ഥലം അഹമ്മദാബാദ് മദ്രാസിന് ഈ പ്രവർത്തനത്തിന് നൽകാൻ തയ്യാറായി കഴിഞ്ഞു. ദൈവഹിതമാണെങ്കിൽ ആഫ്രിക്കയിൽ പോകാമായിരിക്കും. ഇവിടെ അടുത്ത് അമീനൂരിൽ ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് മിഷൻ ബോർഡിന്റെ ചുമതലയിൽ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. കുമ്പനാട് അടുത്ത് വലിയ അമീനായ വലിയ തിരുമേനിയുടെ ഒരു ആത്മനിർഭരം 1.5 ഏക്കർ സ്ഥലവും അവിടെ കെട്ടിടപണിയാൻ 50 ലക്ഷം രൂപയും വാഗ്ദാനം ചെയ്തതും ഈ കാര്യങ്ങളുടെയെല്ലാം അനുഗ്രഹകരമായ നടത്തിപ്പിന് നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ നല്ല മക്കളെ, സഹോദരങ്ങളെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഈ സ്ഥാപനങ്ങളിലും സന്യാസ സമൂഹങ്ങളിലും എല്ലാം അംഗമായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ വൈദികർക്കും സിസ്റ്റേഴ്സിനും എല്ലാവർക്കും ദൈവകൃപയും ആത്മബലവും ദൈവപരിപാലനവും സമൃദ്ധിയായി നൽകുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇന്ന് ഈ വേഷവിധാനത്തിലേക്ക് ഈ വേഷം സ്വീകരിക്കുന്ന ഈ 3 പേർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി. ഏവെങ്കിലും വായിക്കുന്ന സമയത്ത് എഴുന്നേൽക്കാൻ വഴിയാകും. ശുശ്രൂഷ ആരംഭിക്കുകയാണ്. വിശ്വാസവും ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ
കൃപയാൽ ധൈര്യമിവൻ എന്നെ
യൗവനകാല കർത്താവ് നാമത്തെ സ്തുതിക്കട്ടെ.
Amen.
അനുഗ്രഹിക്കണമേ. എല്ലാ ശത്രുക്കളോടും നേരിടുവാനും ബലമുള്ളതായ ശക്തിപ്പെടുത്തണമേ. നിന്റെ പരിശുദ്ധാത്മാവിന്റെ ബോധത്തിന് ഇവർ കാരണമാകുവാൻ തക്കവണ്ണം ഇവർ ദൈവമുള്ളവരായി പുറപ്പെടണമേ. പേരിലും കാര്യത്തിലും നടപടികളിലും സംസർഗത്തിലുമുള്ള പെരുമുറക്കത്തിലും ആത്മാവിന്റെ എല്ലാ ചൈതന്യങ്ങളിലും ഇവർ നിന്റെ പരിശുദ്ധാത്മാവിനെ മഹത്വപ്പെടുത്തുവാനാകണമേ. ഇവയെല്ലാം നിന്റെ സന്നിധിയിൽ പ്രതീക്ഷിച്ചുള്ള ഇവർ ജീവിക്കുവാനാകണമേ. നിന്റെ ശുദ്ധമുള്ള തിരുനാമത്തിന്റെ ശുശ്രൂഷകരായി എല്ലാ നിയമങ്ങളിലും ഇവരെ നീ വളർത്തണമേ. ഇവർ നിന്റെ ലോകത്തിന് ഉത്തമ ആയുധങ്ങളായി തീരണമേ. നിന്റെ ഉപയസമ്മതത്തെ സൂക്ഷ്മതയോടെ ഇവർ മുറുകെ പിടിച്ചുകൊള്ളുവാനാകണമേ. നിന്റെ രാജ്യത്തിലെ കടിഞ്ഞൂലുകളുടെ കൂട്ടത്തിൽ ഇവരെ നീ എണ്ണണമേ. നിന്റെ ദൈവം ഇവരുടെ അടുക്കലേക്ക് തിരികുമാറാകണമേ. ജീവനുള്ളവരുടെ ദുരത്തിലേക്ക് നിന്റെ കൃപയാൽ ഇവരെ കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവരെ സകലത്തിനു വേണ്ടിയും സകലവുമായിട്ട് നിന്റെ തിരുനാമം വന്ദിക്കപ്പെട്ട് മഹത്വപ്പെടുവാനാകണമേ. Vishnu
തന്റെ രക്തത്താൽ തന്റെ ആത്മീയത്തെ അടയാളം കുത്തുന്നവനും തന്റെ ശരീരത്താൽ തന്റെ ഇടവകയെ മുദ്രകുത്തുന്നവനും തന്റെ ശരീരത്താൽ നന്മയുള്ളവരെ വിലക്ക് വാങ്ങുന്നവനും തന്റെ വിളിയാൽ പാപികളെ നീതീകരിക്കുന്നവനും തന്റെ പ്രവൃത്തികൾക്ക് ശ്രീഹന്മാരെ സാക്ഷികളാക്കി തീർത്തവനും ശുഖസ്ഥലത്ത് നിന്ന് മത്തായിയെയും പാപികളുടെ നിന്ന് സഖായിയെയും തെരഞ്ഞെടുത്തവനും തന്റെ ഏറ്റുപറഞ്ഞ കള്ളനെയും തന്റെ നാമത്തിൽ പൗലോസിനെയും നീതീകരിച്ചവനും ആയുള്ളവരെ നിനക്ക് സ്തുതി. ദൈവമായ കർത്താവേ, ഇതുപോലെ അഗ്നികൂട്ടത്തിൽ കലരുവാൻ അവന്റെ കഴുത്തിനെ കുരിശ് ഇപ്പോഴുള്ള നിന്റെ നാമത്തെ കൈക്കൊള്ളുവാനും തക്കവണ്ണം ഈ നിന്റെ ദാസയ്ക്ക് വേണ്ടി അർപ്പിക്കുന്ന ഈ സ്വതന്ത്രത്തോടും കൂടെ കൈക്കൊള്ളണമേ. ആത്മീയമായ സകല വഴികളാലും ഇവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ഹൃദയത്തിൽ നിന്നെ കുറിച്ചുള്ള ഭയഭക്തി വർദ്ധിപ്പിക്കണമേ. പൂർണ്ണന്മാരും സത്യവാന്മാരുമായ ശിഷ്യന്മാരോട് ഒരുമിച്ച് നിനക്ക് പൂർണ്ണ ശിഷ്യനായി തീരുവാൻ തക്കവണ്ണം ഇവർക്ക് സംഗതിയാക്കണമേ. പരിശുദ്ധമായ ഇവരുടെ ആയുഷ്കാലം മുഴുവനും മഹത്വമുള്ള ദുഃഖത്തെ സ്വാതന്ത്ര്യം ചെയ്ത് മഹത്വപ്പെടുത്തുന്ന വൃതസ്ഥരായി തീരുവാൻ ഇടയാക്കണമേ. കൂടെ ശുഭാന്തേ മഹത്വമുള്ളവനായ പുസ്തകത്തിൽ നിന്നും
ഭൂമിയിലെ സകല മൃഗവും അതുകൊണ്ട് വർഷം കഴിക്കും. ആ കാലത്ത് ദീർഘകായന്മാരും മൃദുചർമ്മികളുമായ ജാതി, ആരംഭം മുതൽ ഇന്നുവരെ ഭയങ്കരമായിരിക്കുന്ന ജാതി, അളക്കുന്നതും ചവിട്ടിക്കളയുന്നതും നദികളുടെ ദേശത്തെ ഭാഗിക്കുന്നതുമായ ജാതി തന്നെ. സൈന്യങ്ങളുടെ യഹോവയുടെ നാമമുള്ള സ്ഥലമായ സിയോൻ പർവ്വതത്തിലേക്ക് സൈന്യങ്ങളുടെ യഹോവയ്ക്ക് തിരുമുൽക്കാഴ്ച കൊണ്ടുവരും. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ ഉച്ചരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയും ഇന്ന് സാക്ഷി വയ്ക്കുന്നു. അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിനും യഹോവയുടെ മകന്മാരായ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് നീ പാർപ്പാൻ തക്കവണ്ണം ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ വാക്കുകൾ അനുസരിക്കുകയും അവരോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിനും അവനെ തെരഞ്ഞെടുത്തു കൊള്ളുക. അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സുമാകുന്നു. യേശുക്രിസ്തുവിന്റെ പ്രതിഷ്ഠതയിൽ നിങ്ങൾക്ക് ഒരു ഭാഗത്തിൽ പൂർണ്ണ പ്രത്യാശ അർപ്പിക്കുകയും അനുസരണമുള്ള മക്കളാകിയാൽ പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കരുത്. പിന്നെയോ നിങ്ങളെ വിളിച്ചവൻ വിശുദ്ധനായിരിക്കുന്നു പോലെ നിങ്ങളും നിങ്ങളുടെ സകല പ്രവൃത്തികളും വിശുദ്ധരായിരിക്കുകയും ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുകയും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം ന്യായീകരിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലത്ത് ഭയഭക്തിയോടെ ജീവിക്കുകയും ദത്തവും മൃദുപാരമ്പര്യവും ഉള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നവന് പൊന്ന് മുതലായ അഴിഞ്ഞുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വലിയ രക്തമുണ്ടത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ മുന്നറിയപ്പെട്ടവനും നിങ്ങൾക്ക് വേണ്ടി അധികാരത്ത് വെളിപ്പെട്ടവനുമാകുന്നു. അവനിലൂടെ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശവും ദൈവത്തിലായിരിക്കേണ്ടതിന് ദൈവനെ മരിച്ചവരുടെ നിന്ന് ഏൽപ്പിച്ച് അവന് തേജസ് നൽകിയിരിക്കുന്നു. എന്നാൽ സത്യം അനുസരിക്കുന്നതിനാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവാച്യമായ സഹോദര സ്നേഹത്തിന് നിർബലീകരിച്ചിരിക്കുന്നതുകൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം മുറ്റു നോക്കുകയും അനശ്വരമായ ബീജത്താലല്ല അനശ്വരമായതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സകല മനുഷ്യരും പുല്ലുപോലെയും അവരുടെ മഹത്വമെല്ലാം പുല്ലിന്റെ പൂവ് പോലെയും ആവുന്നു. പുല്ലുവാടുകയും പൂവ് പൊഴിയുകയും ചെയ്യുന്നു. എന്നാൽ കർത്താവിന്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു. ഇതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച സുവിശേഷത്തിന്റെ വചനം. ഹബീബായ ബാറക്കുമോ.
നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലുമെത്തി നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചു വർദ്ധിച്ചു വരുന്നു. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു. അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയ
സ്വർഗത്തിനേക്കാൾ സാന്ദ്രപ്പെടുന്ന ഒരു ഭാവിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ കൊണ്ടുവന്നിരിക്കട്ടെ, ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവർ വിളക്ക് കത്തിച്ച് വീട് മുഴുവൻ അടിച്ചു വാരി അത് കണ്ടുകിട്ടുന്നവരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ എന്റെ ദ്രഹ്മ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പേ എന്ന് പറയും. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു ഭാവിയെ കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നതാൻ കൽപ്പിച്ചവരും ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും സമൃദ്ധിയും ഉണ്ടാകട്ടെ. അറിവോട് നിങ്ങളുടെ ഹൃദയത്തിന്റെ ചെവികളെ തുറന്ന് നിങ്ങൾ കർത്താവിന്റെ ശബ്ദം കേൾക്കുക. പ്രയാസപ്പെടുന്നവരും ഭാരം ചുമക്കുന്നവരുമായ സകലരുമേ, എന്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. എന്റെ മുഖത്തെ നിങ്ങളുടെ മേൽ എടുത്തുകൊള്ളുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുകയും. എന്തെന്നാൽ ഞാൻ താഴ്മയുള്ളവനും മനോവിനയമുള്ളവരുമാകുന്നു. ആയതുകൊണ്ട് സഹോദരങ്ങളെ, ഇപ്പോൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഏറ്റവും ഭയത്തോടും സന്തോഷത്തോടും കൂടെ ഉത്തരം പറയണം. എന്നാൽ നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തെ കേൾപ്പാൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് നമ്മുടെ രക്ഷിതാവ് തന്നെ ആകുന്നു. എന്നോടുകൂടെ എത്രയും സ്തുത്യാർഹമായ തന്റെ മാതാവും പരിശുദ്ധ മാതാക്കന്മാരും എല്ലാ പരിശുദ്ധന്മാരുമാകുന്നു എന്ന് നിശ്ചയമായും നിങ്ങൾ ഓർക്കണം. ആയതിനാൽ ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാനായി അവൻ എഴുന്നള്ളി വരുമ്പോൾ നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത് നിങ്ങൾ ഇപ്പോൾ സമ്മതിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുന്നതിന് തക്കവണ്ണമില്ല. നിങ്ങൾ ഏറ്റുപറയുവാൻ തുടങ്ങുന്നതിന് നിങ്ങൾ എത്രമാത്രം അനുഷ്ഠിക്കുന്നുവോ അതിന് തക്കവണ്ണം വെറുതെ. ആകയാൽ സത്യമായി നിങ്ങൾ ദൈവത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സൂക്ഷിച്ച് മറുപടി പറയുക.
വാത്സല്യ മക്കളെ, നിങ്ങൾ പരിശുദ്ധ മതപാഠം മുൻപാകെ വന്ന് മുട്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാകുന്നു? സന്യാസ ജീവിതത്തെ പിന്തുടരുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു. സന്യാസ ജീവിതം മാലാഖമാരുടെ ജീവിതമാകുന്നു. ഇത് പരിപൂർണത പ്രാപിക്കുന്നതിനുള്ള ജീവിതമത്രേ. സന്യാസ വസ്ത്രം മാലാഖമാരുടെ വസ്ത്രമാകുന്നു. ക്രിസ്തുവിന്റെ സന്യാസ വസ്ത്രം ധരിച്ച് സന്യാസ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നതിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങൾ ഒരു നല്ല വേലയെ അനുഗ്രഹിക്കപ്പെട്ട ഭർത്താവിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിന് ബലിയായി ജീവിക്കാനാണ് അടുത്തു വന്നിരിക്കുന്നത്. പ്രയാസപ്പെട്ടും വേദനപ്പെട്ടുമാണ് ഇത് സാധിക്കേണ്ടത്. അങ്ങനെ തന്നെ നിങ്ങൾ ജീവിക്കുമെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് അനുഗ്രഹകരമായി തീരുകയുള്ളൂ. നിങ്ങളുടെ മനസ്സാലെ, അതേ പൂർണ്ണ മനസ്സാലെയാണോ വ്രതസ്ഥനാകുവാൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുന്നത്? ഏതെങ്കിലും ആവശ്യ നിമിത്തമോ നിർബന്ധത്താലോ ആണോ നിങ്ങൾ വന്നിരിക്കുന്നത്? നിങ്ങൾ സന്യാസത്വത്തിനടുത്ത പ്രകാരം ബ്രഹ്മചര്യ ജീവിതം പാലിക്കുമോ? ഇപ്പോൾ ഓരോരുത്തരായിട്ട് ബ്രഹ്മചര്യത്തിനുള്ള പ്രതിജ്ഞ ഏറ്റുവരുന്നു. എന്റെ മരണനാഴിക വരെയും മശിഹായെ അനുഗ്രഹിക്കുന്ന സെന്റ് തോമസ് കരുണാ സമൂഹത്തിൽ ബ്രഹ്മചര്യത്തിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിലേക്ക് വ്രതസ്ഥനായി ആശ്രമവാസം ചെയ്യാമെന്ന് ഞാൻ സമ്മതിച്ചു. വിശുദ്ധത്വത്തിന്റെ തിരുനാമത്തിൽ ഇപ്പോൾ പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. എന്റെ മരണനാഴിക വരെയും മശിഹായെ അനുഗ്രഹിക്കുന്ന സെന്റ് തോമസ് കരുണാ സമൂഹത്തിൽ ബ്രഹ്മചര്യത്തിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിലേക്ക് വ്രതസ്ഥനായി ആശ്രമവാസം ചെയ്യാമെന്ന് ഞാൻ സമ്മതിച്ച് വിശുദ്ധ തൃത്വത്തിന്റെ തിരുനാമത്തിൽ ഇപ്പോൾ പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. എന്റെ മരണനാഴികയിലേക്കും അശായിരിക്കുന്ന കരുണാ സമൂഹത്തിന്റെ ബ്രഹ്മജീവിതത്തിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിലേക്ക് വ്യത്യസ്തനായി ആശ്രമവാസം ചെയ്യാമെന്ന് ഞാൻ സമ്മതിച്ചു. വിശുദ്ധത്തിന്റെ തിരുനാമത്തിൽ ഇപ്പോൾ പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. മരണനാഴികവരെയും നിങ്ങൾ ആശ്രമപിതാവിനെയും വിശുദ്ധ ദൈവത്തെയും കർത്താവിൽ അനുസരിക്കുമോ? ഇപ്പോൾ അനുസരണത്തിനുള്ള പ്രതിജ്ഞ 3 പേരും ഓരോരുത്തരായി ഏറ്റിട്ടുണ്ട്. എന്റെ മരണനാഴികവരേക്കും മശിഹായെ അനുകരിക്കുന്ന സെന്റ് തോമസ് കരുണാ സമൂഹത്തിൽ ആശ്രമസ്ഥനായി സന്യാസത്തിന്റെ ചേർന്ന അനുസരണത്തിൽ സെന്റ് തോമസ് കരുണാ സമൂഹത്തിന്റെ ആശ്രമപിതാവിനെയും ആശ്രമ സംഘത്തെയും വിശുദ്ധ ദൈവത്തെയും അനുസരിച്ച് ജീവിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിലേക്ക് വ്രതസ്ഥനായി ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധത്തിന്റെ തിരുനാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. എന്റെ മരണനാഴികവരേക്കും മശിഹായെ അനുകരിക്കുന്ന സെന്റ് തോമസ് കരുണാ സമൂഹത്തിൽ ആശ്രമസ്ഥനായ സന്യാസത്തിന് ചേരുന്ന അനുസരണത്തിൽ ആശ്രമപിതാവിനെയും ആശ്രമ സംഘത്തെയും വിശുദ്ധ ദൈവത്തെയും അനുസരിച്ച് ജീവിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിലേക്ക് വ്രതസ്ഥനായി ജീവിച്ചുകൊള്ളാമെന്ന വിശുദ്ധ തത്വത്തിന്റെ തിരുനാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. എന്റെ മരണനാഴികയിലേക്കും അശായിരിക്കുന്ന സെന്റ് തോമസ് കരുണാ സമൂഹത്തിന്റെ ആശ്രമസ്ഥനായി സന്യാസത്തിന് ചേർന്ന അനുസരണത്തിൽ സെന്റ് തോമസ് കരുണാ സമൂഹ ആശ്രമപിതാവിനെയും ആശ്രമ സംഘത്തെയും വിശുദ്ധീമത്തെയും അനുസരിച്ച് ജീവിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിലേക്ക് വ്യത്യസ്തനായി ജീവിച്ചോളാമെന്ന് വിശുദ്ധത്തിന്റെ തിരുനാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. വാത്സല്യ മക്കളെ, ദൈവരാജ്യത്തിനു വേണ്ടി നിങ്ങൾ ദരിദ്രാവസ്ഥയിൽ ജീവിക്കുകയും സന്യാസ ജീവിതത്തിലെ ദരിദ്രാവസ്ഥയ്ക്കുള്ള സകല ഭാരങ്ങളെയും കർത്താവിന് വേണ്ടി ചുമക്കുകയും ചെയ്യുമോ? ദരിദ്രാവസ്ഥയുടെ പോവർട്ടിയുടെ പ്രതിജ്ഞ 3 പേരും ഓരോരുത്തരായി ചൊല്ലുന്നു. എന്റെ മരണനാഴിക വരെയും മശിഹായെ അനുകരിക്കുന്ന സെന്റ് തോമസ് കരുണാ സമൂഹത്തിൽ ആശ്രമസ്ഥനായി ദാരിദ്ര്യവസ്ഥയിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിലേക്ക് വ്രതസ്ഥനായി ദാരിദ്ര്യയുടെ അവസ്ഥയിൽ ആശ്രമവാസം ചെയ്തുകൊള്ളാമെന്ന് വിശുദ്ധ നാമത്തിൽ ഞാൻ ഉടമ്പടി ചെയ്തുകൊള്ളുന്നു.
ആഗ്രഹിക്കുന്നു. അതിലേക്ക് വൃദ്ധസ്ഥരായി ദരിദ്രാവസ്ഥയിൽ ആശ്രമവാസം ചെയ്തു കൊള്ളാമെന്ന് വിശുദ്ധ തൃത്വത്തിന്റെ നാമത്തിൽ ഞാൻ ഉടമ്പടി ചെയ്തുകൊള്ളുന്നു. ആശ്രമസ്ഥനായി ദരിദ്രാവസ്ഥയിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിലേക്ക് പ്രദർശനായി ദരിദ്രാവസ്ഥയിൽ ആശ്രമവാസം ചെയ്തു കൊള്ളാമെന്ന് വിശുദ്ധത്തിന്റെ നാമത്തിൽ ഞാൻ ഉടമ്പടി ചെയ്തുകൊള്ളുന്നു. ഓരോ പ്രാർത്ഥനയും ഓരോരുത്തരായിട്ട് കർത്താവേ നിന്റെ തിരുനാമത്തിൽ ഈ പ്രതിജ്ഞാപനത്തിൽ ഞാൻ ശ്രീകാടെ അടയാളത്തിൽ ഒപ്പിടുന്നു. നീ എന്നെ സഹായിച്ചു നിലനിർത്തി ഈ പ്രതിജ്ഞകളെ പാലിച്ച് ജീവിക്കാൻ എല്ലായ്പ്പോഴും സഹായിക്കണമേ. കർത്താവേ നിന്റെ തിരുനാമത്തിൽ ഈ പ്രതിജ്ഞാപത്രത്തിൽ ഞാൻ ശ്രീവാടയാളത്തിൽ ഒപ്പിടുന്നു. നീ എന്നെ സഹായിച്ച് നിലനിർത്തി ഈ പ്രതിജ്ഞകളെ പരിപാലിച്ച് ജീവിക്കാൻ എല്ലായ്പ്പോഴും സഹായിക്കണമേ. ഈ പ്രതിജ്ഞാപത്രത്തിൽ ഞാൻ ശ്രീവാടയാളത്തിൽ ഒപ്പിടുന്നു. നീ എന്നെ സഹായിച്ച് നിലനിർത്തി ഈ പ്രതിജ്ഞകളെ പരിപാലിച്ച് ജീവിക്കാൻ എല്ലായ്പ്പോഴും സഹായിക്കണമേ. ഞാൻ ആയുഷ്കാലം മുഴുവനും സെന്റ് തോമസ് കരുണാ സമൂഹത്തിൽ ആശ്രമമായിരുന്നുകൊണ്ട് സന്യാസ ജീവിതത്തിന്റെ അസ്ഥിവാര പ്രമാണങ്ങളാകുന്ന അനുസരണം, കന്യാത്വം, നിർജ്ജനാവസ്ഥ, മിഷൻ സമർപ്പണം എന്നിവ പാലിച്ച് എന്നെ നിർബന്ധിച്ചും ദൈവസേവനം നിർത്തിക്കൊള്ളാമെന്നു പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധരുടെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. ഈ നേർച്ച ഞാൻ എടുത്ത പ്രദർശനായിത്തീരുന്ന സുബുദ്ധിയോടും പരപ്രേരണ കൂടാതെയും ദൈവനിയോഗത്താലും ആകുന്നുള്ളതിനാൽ ഞാൻ അടിയിൽ മേലെഴുതി ഒപ്പുവെച്ചിരിക്കുന്ന ഈ പ്രതിജ്ഞാപത്രം സാക്ഷിക്കുന്നു. ഞാൻ ആയുഷ്കാലം മുഴുവൻ സെന്റ് തോമസ് കരുണാശ്രമത്തിലെ അംഗമായിരുന്നുകൊണ്ട് സന്യാസ ജീവിതത്തിന്റെ അസ്ഥിവാര പ്രമാണങ്ങളാകുന്ന അനുസരണം, കന്യത്വം, നിർജ്ജനാവസ്ഥ, മിഷൻ സമർപ്പണം എന്നിവ പാലിച്ചും ചതുർവ്രതങ്ങളാൽ എന്നെ ബന്ധിച്ചും ദൈവസേവനം നടത്തിക്കൊള്ളാമെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുടെയും തിരുനാമത്തിൽ പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. ഈ നേർച്ച ഞാൻ എന്റെ പ്രദർശനായിരിക്കുന്നത് സുബുദ്ധിയോടും ഫലപ്രേരണ കൂടാതെയും ദൈവനിയോഗത്താലും ആകുന്നു എന്നുള്ളതിന് ഞാൻ അടിയിൽ പേരെഴുതി ഒപ്പിച്ചിരിക്കുന്ന ഈ പ്രതിജ്ഞാപത്രം സാക്ഷി വഹിക്കുന്നു. ആയുഷ്കാലം മുഴുവൻ സമൂഹത്തിന്റെ ആസൂത്രണമായിരുന്നുകൊണ്ട് സന്യാസീയത്തിന്റെ അസ്ഥിവാര പ്രമാണങ്ങളാകുന്ന അനുസരണം, കന്യാത്വം, നിർജ്ജനാവസ്ഥ, മിഷൻ സമർപ്പണം പ്രതിരോധങ്ങളാൽ എന്നെ ബാധിച്ചു ദൈവസേവനം നടത്തിക്കൊള്ളാമെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുടെയും നാമത്തിൽ പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. ഈ നേർച്ച ഞാനെടുത്ത് വന്ധസ്ഥനാക്കിയിരുന്ന സുബുദ്ധിയോടും പരിവാരമുള്ളതായും ദൈവനിയോഗത്തിലും ആകുന്നുള്ളതിനെ ഞാൻ അടിയിൽ പേരെഴുതി വെച്ചിരിക്കുന്ന ഈ പ്രതിജ്ഞാപത്രം സാക്ഷി വഹിക്കുന്നു. എല്ലാവരും എൻ്റെ മക്കളെ, വിശുദ്ധാത്മ വരപ്രസാദത്താൽ ഏത് തരത്തിലുള്ള വാഗ്ദാനങ്ങളാണ് നിങ്ങൾ നമ്മുടെ രക്ഷിതാവായ മെശിഹാ തമ്പുരാന്റെ അടുക്കൽ ചെയ്തിരിക്കുന്നത് എന്ന് സൂക്ഷിച്ചു വന്നു. ഇപ്പോൾ മെശിഹാ തമ്പുരാന്റെ അടുക്കൽ നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രതിജ്ഞകൾ, നിങ്ങൾ പ്രസ്താവിച്ചിട്ടുള്ളതിൻ്റെ അന്തരം, ഉദ്ദേശങ്ങൾ ഇവയെല്ലാം മഹിമയുടെ ഒരു പ്രത്യേക ജീവിതത്തിന് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു.
നിങ്ങൾ ഈ പ്രസ്താവനകളുടെയും ഏറ്റുപറച്ചിലിന്റെയും പ്രതിജ്ഞകളുടെയും സാക്ഷികളായി സ്വർഗീയ മാലാഖമാർ ഇവിടെ അപ്രത്യക്ഷരായി സന്നിഹിതരായിരിക്കുന്നു. നിങ്ങളുടെ പ്രതിജ്ഞകളെ സ്വർഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ രണ്ടാമത്തെ എഴുന്നള്ളത്തിന്റെ സമയത്ത് നിങ്ങൾ ഈ പ്രതിജ്ഞകളെയും ആശ്രമവാസത്തെയും കുറിച്ച് ഉത്തരം പറയേണ്ടവരാണ്. മഹാപൂർണ്ണതയിലുള്ള ഈ ജീവിതത്തിന്റെ എല്ലാ പരിശീലനങ്ങളും നിയമങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വ്യവസ്ഥരായ നിങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടതാണ്. ബലിക്കായി സമർപ്പിക്കപ്പെടാതെ ബലി കഴിപ്പാൻ പാടില്ലാത്തതിനാൽ സന്യാസത്വത്തിൽ നിങ്ങളെ ദൈവസ്നേഹത്തിനായി ബലി കഴിക്കുന്നതിന് വേണ്ടി ഇതാ നിങ്ങൾ അർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഇന്ന് നിങ്ങൾ പ്രതിജ്ഞയാലും ധർമ്മവസ്ത്രധാരണത്താലും ബലിയായി തീരുന്നു. ബലിക്കുള്ള കുഞ്ഞാട് കുറ്റമില്ലാത്തതായിരിക്കണം. അതിനാൽ നിങ്ങളുടെ ജീവിതം കുറ്റമില്ലാത്തതും പൂർണ്ണവും ആയിരിക്കണം. നിന്റെ ബലി നിത്യബലിയായിരിക്കുവാൻ ഉദ്ദേശിച്ച് ഇപ്പോൾ വ്രതസ്ഥനായി കഴിക്കുന്ന കാലം നിങ്ങളുടെ ആയുസ്സിൽ എത്രയും പ്രധാനപ്പെട്ട കാലമാകുന്നു. ദൈവസ്നേഹത്തിൽ അഭിവൃദ്ധിപ്പെടുന്നതിനും സന്യാസപരമായ പുണ്യങ്ങളെ ധാരാളമായി സമ്പാദിക്കുന്നതിനുമായി നിങ്ങൾ സർവാത്മന എപ്പോഴും പരിശ്രമിക്കണം. പൂർണ്ണമായ ഉത്സാഹം കൂടാതെ ജീവിക്കുന്ന പക്ഷം നിങ്ങളുടെ ആയുസ് മുഴുവൻ വ്യർത്ഥമായി തീരുന്നതാണ്. നിങ്ങളുടെ വഴി കുരിശുകളെ കൊണ്ടും മുള്ളുകളെ കൊണ്ടും നിറഞ്ഞതാകുന്നു. നിങ്ങളിൽ പൂർണ്ണമായ രൂപാന്തരം വരാത്ത പക്ഷം നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിന് സാധ്യതയുണ്ട്. അതിനാൽ നിങ്ങൾ വ്രതസ്ഥരാകുന്ന ഈ സമയം മുതൽ ലോകത്തിന് മരിച്ചവരാകുന്നു. ലോകം നിങ്ങൾക്ക് പൂർണ്ണമാണ്. നിങ്ങളുടെ ഇടപെടാതെയുള്ള മനസ്ഥിതി എന്തായിരിക്കണമെന്ന് ചിന്തിക്കുക. നിങ്ങൾ സന്യാസാർത്ഥികളായി സ്വീകരിക്കപ്പെടുമ്പോൾ നിങ്ങൾ ദൈവത്തിന് ബലിയായി കൊല്ലപ്പെടുവാൻ സ്വീകരിക്കപ്പെട്ടു. വ്രതസ്ഥനായി സ്വീകരിക്കപ്പെടുന്ന ഈ സമയം മുതൽ നിങ്ങൾ യാഗമായി അർപ്പിക്കപ്പെടുന്നു. നിമിഷം പ്രതിയും നിങ്ങൾ ബലിയായി ദൈവമുൻപാകെ അർപ്പിക്കപ്പെടുവാനുള്ളവരാണെന്നുള്ള നിലയിൽ ജീവിക്കേണ്ടതാകുന്നു. നിങ്ങളുടെ സ്വയത്തെ കൊന്നുകൊണ്ട് ജീവിക്കേണ്ടത് നിങ്ങളുടെ നിത്യധർമ്മമാണ്. സ്വയത്തെ പരിത്യജിച്ചും ജീവിക്കാത്തവർ യാഗമല്ല. സ്വയത്തോടുള്ള സ്നേഹം, സ്വയം ഇഷ്ടം നടക്കണമെന്നുള്ള മോഹം, സ്വന്തം അഭിപ്രായത്തോടുള്ള പ്രതിപത്തി ആദ്യമായ സകലത്തെയും ഇപ്പോൾ മുതൽ കൊന്നിട്ട് വേണം നിങ്ങൾ ജീവിക്കുവാൻ. ആയുസ് പര്യന്തം ഇപ്രകാരമുള്ള ജീവിതം പൂർണ്ണതയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതാണ്. നിങ്ങൾക്ക് സ്വയം സ്നേഹത്തെ കൊല്ലുന്നതിനുള്ള ദൈവത്തിന്റെ ആയുധം താഴ്മയാകുന്നു. സ്വേച്ഛയെ കൊല്ലുന്നതിനുള്ള ആയുധം അനുസരണമാകുന്നു. സ്വഭിപ്രായ പ്രതിപത്തിയെ കൊല്ലുന്നതിനുള്ള ആയുധം പരമാർത്ഥത അഥവാ നിഷ്കളങ്ക മനസ്സാകുന്നു. അതുകൊണ്ട് ഇപ്പോൾ മുതൽ നിങ്ങൾ പൂർവാധികം താഴ്മയെയും അനുസരണത്തെയും മനോനിർമ്മലതയെയും സ്നേഹിച്ചുകൊള്ളുകയും മുറുകെ പിടിക്കുകയും ചെയ്യണം. നമ്മുടെ കർത്താവിൽ നിന്നും തന്റെ പ്രതിപുരുഷന്മാരായി നിങ്ങളോട് വർത്തിക്കുന്ന ആശ്രമ പിതാവിൽ നിന്നും മറ്റ് അധ്യക്ഷനിൽ നിന്നും നിങ്ങളുടെ കുമ്പസാര പിതാവിൽ നിന്നും നിങ്ങൾ ദൈവനാമത്തിൽ മുടങ്ങാതെ വെളിച്ചവും ബലവും അന്വേഷിച്ചുകൊള്ളണം. പരീക്ഷകളെ താഴ്മയോടും ക്ഷമയോടും സ്ഥിരതയോടും കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് വഹിക്കണം. സത്യസന്ധത, വിവേകം, ആത്മശക്തിയോടുകൂടിയ സ്ഥിരോത്സാഹം, താഴ്മ ആദിയായ ഗുണങ്ങൾ നിങ്ങളുടെ നിത്യ തലക്കത്തിൽ ഉണ്ടായിരിക്കണം. സ്വാർത്ഥതയുടെ അണുപോലും നിങ്ങളിൽ ശേഷിപ്പാൻ പാടില്ലാത്ത വിധം നിങ്ങൾ സ്വാർത്ഥതയെ കൊല്ലണം. സന്യാസത്വത്തിന്റെ പൂർണ്ണതയിലുള്ള സകല പരിശീലനവും നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള കാലം നിങ്ങൾ വ്രതസ്ഥരായി ജീവിക്കുന്ന കാലമാകുന്നു. ആകയാൽ നമ്മുടെ മക്കളെ നിങ്ങൾ ധൈര്യപ്പെട്ടുകൊള്ളുക. വ്രണം കയറി സുഖപ്പെടുത്തുന്നതിനുള്ള കത്തിയെ രോഗി ഭയപ്പെട്ടിട്ട് ആവശ്യമില്ലല്ലോ. അതിനാൽ വ്രതസ്ഥനായി ജീവിക്കുന്ന കാലത്തുള്ള എല്ലാ വേദനകളെയും ഭാരങ്ങളെയും നിങ്ങൾ സന്തോഷത്തോടുകൂടി ചുംബിക്കുക. നിങ്ങളുടെ സ്വാർത്ഥതയെ കൊല്ലുന്നതിനുള്ള പരിശീലനത്തിൽ നിന്ന് യേശുമിശിഹായുടെ ജീവൻ നിങ്ങളിൽ വരും. നിങ്ങൾ നമ്മുടെ കർത്താവിന്റെ മഹാപരിപൂർണതയുള്ള ജീവിതത്തെ അനുകരിക്കാൻ അടുത്തു വന്നിരിക്കുന്നു. നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്തെന്നും വർദ്ധിക്കേണ്ടത് എന്തെന്നും
നിങ്ങളുടെ അടുക്കൽ ദൈവനാമത്തിൽ നാം സാക്ഷിക്കുന്നു. നമ്മുടെ മക്കളെ കർത്താവിന്റെ അടുക്കൽ വന്ന് അവനെ സേവിപ്പാൻ നിങ്ങൾ വന്നിരിക്കുന്നുവല്ലോ. വ്രതസ്ഥനാകുവാൻ നിങ്ങൾ ഇച്ഛിക്കുന്നത് കൊണ്ട് സർവപ്രധാനമായി നിങ്ങൾ ചെയ്യേണ്ടത് ജഡത്തിന്റെയും ആത്മാവിന്റെയും അശുദ്ധിയെ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായി കഴുകിക്കളയുകയും സ്നേഹവും ദൈവഭയവും വിശുദ്ധിയും നിങ്ങളിൽ പൂർണ്ണതപ്പെടുത്തുകയുമാണ്. താഴ്മയെ സമ്പാദിക്കുക, അതിനാൽ നിത്യമായ നന്മകൾക്ക് നിങ്ങൾ അവകാശികളായി ഭവിക്കും. എല്ലാവരോടും അനുസരണമുള്ളവരായിരിക്കുക. നിങ്ങളോട് ആവശ്യപ്പെടുന്നതായ ശുശ്രൂഷ ചെയ്യുന്നതിൽ പിറുപിറുക്കാത്തവരും ഹൃദയം കൊണ്ട് മത്സരിക്കാത്തവരും ആയിരിക്കുക. പരീക്ഷയിൽ അധൈര്യപ്പെടരുത്. ഇന്ദ്രിയ നിഗ്രഹ പരിശീലനത്തിൽ ഉപേക്ഷ വരരുത്. ധ്യാനങ്ങളിൽ സ്ഥിരോത്സാഹമുള്ളവരായിരിക്കുക. മൗനവ്രതം പാലിക്കുന്നതിൽ നിർബന്ധമുള്ളവരായിരിക്കുക. ആഭ്യന്തരവും ബാഹ്യവുമായ ഇന്ദ്രിയ നിഗ്രഹത്തിൽ സദാ ജാഗരൂകരായിരിക്കണം. ദൈവസന്നിധി ബോധം ഇടപെടാതെ നിങ്ങൾക്ക് ഉണ്ടാകണം. സമാധാന പ്രവർത്തികളെ എല്ലാം ആത്മാവിനടുത്തവയാക്കി വിശുദ്ധീകരിച്ചുകൊണ്ട് പരിശുദ്ധ കൂദാശകളെ ക്ഷയിച്ചു പോകാത്ത സ്നേഹത്തോടുകൂടി ക്രമമായി അനുഭവിച്ച് ശക്തി പ്രാപിച്ചുകൊള്ളുക. നോമ്പും നമസ്കാരവും ദൈവത്തോടുള്ള ഉച്ചബന്ധത്തിലും സ്നേഹത്തിലും വളരുന്നതിനുള്ള വഴിയാണെന്ന് ഓർത്തുകൊള്ളുക. ബലഹീനതകളെ അഗണ്യമായി കരുതുന്ന മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകരുത്. എന്നാലും ദുഷ്ടവിചാരങ്ങളെ പറ്റി വളരെ കരുതൽ ഉള്ളവരായിരിക്കുക. സ്വർഗരാജ്യത്തിലേക്ക് നടത്തുന്ന വഴിയിൽ നിങ്ങൾ പ്രവേശിച്ച് മുൻപോട്ടുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞുവല്ലോ. പിമ്പിലേക്ക് ഇനി തിരിഞ്ഞ് നോക്കരുത്. എന്നാൽ നമ്മുടെ കർത്താവ് അരുളി ചെയ്തിട്ടുള്ള തിരുവചനം ശ്രദ്ധിക്കുക. കലവയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നും ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ അവൻ തന്നെത്താൻ പുറത്ത് അവന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നും അവിടുന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. കർത്താവിനെ പ്രതി വിശപ്പും ദാഹവും അനുഭവിക്കണം. നഗ്നരായി തീരണം. അവമാനിക്കപ്പെടണം. നിന്ദിക്കപ്പെടണം. പരിഹാസവും പീഡയും സഹിക്കണം. വേദനാജനകമായ മറ്റു പലതും അനുഭവിക്കണം. ഇവയൊക്കെയും സഹിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുകയും വേണം. എന്തെന്നാൽ കർത്താവ് അരുളി ചെയ്തിട്ടുള്ള പ്രകാരം സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതാകുന്നു. സകല സന്യാസ നിഷ്ഠകളും ഏറ്റവും സ്നേഹത്തോടും താഴ്മയോടും ശ്രദ്ധയോടും ശീലിക്കണം. അതിലേക്ക് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നാം നീയും നിങ്ങളും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും എന്നേക്കും കരയുകയും പ്രകാരം ഭാവിയുടെ മരണലക്ഷണമില്ലാത്തവരും എല്ലാ മനുഷ്യരും രക്ഷപ്പെട്ട് സത്യാറിവിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരുമാകുന്ന സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, ഈ ലോകത്തിൽ നിന്നും അതിലെ ദോഷകരമായ ജലമാലകളിൽ നിന്നും ഓടി ഒളിപ്പാനും നിന്നെ അഭയം പ്രാപിപ്പാനും നിന്റെ ഏകജാതകരവും ഇമ്പകരവും ആശ്വാസപ്രദവുമായ ലോകത്തെ വഹിപ്പാനും നിന്റെ കൽപ്പനകളെ ഏറ്റവും സ്നേഹിപ്പാനും തക്കവണ്ണം ഈ നിന്റെ ദാസരെ അവിടുന്ന് കൈക്കൊള്ളണമേ. അറിവോടാതെയും നിന്റെ തിരുസന്നിധിയിൽ അവർ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളെയും ക്ഷമിക്കണമേ. നിന്റെ തിരുവിഷ്ണു പ്രവർത്തിപ്പാൻ ഇവരെ പഠിപ്പിക്കണമേ. നിന്റെ കൃപയും വാഴ്വുകളും ഇവർക്ക് ധാരാളമായി അയച്ചു കൊടുക്കണമേ. സൽപ്രവർത്തികൾ നിറഞ്ഞാങ്കിയും രക്ഷയുടെ പടത്തുകയും ജയത്തിന്റെയും സത്യവിശ്വാസത്തിന്റെയും പരിചയം ഇവരെ അവിടുന്ന് ധരിപ്പിക്കണമേ. പരിപാലനയുള്ള നടപടികളാൽ ഇവരെ അവിടുന്ന് അരകണ്ടേണമേ. ശത്രുവിന്റെ സകല ശക്തികളോടും എതിർത്ത് നിൽപ്പാൻ പ്രാർത്ഥനാകേണ്ടതിന് പരിശുദ്ധ ഏവന്റെ ഒരുക്കമുണ്ട് ഇവരെ ചെരുപ്പെട്ട് കിഴവിക്കണമേ. സുഹൃത നടപടികളാകുന്ന കൃപയുടെ വസ്ത്രത്താൽ ഇവരെ അവിടുന്ന് അലങ്കരിക്കണമേ. കറകൂടാതെ ഇവരുടെ ആത്മാവിനെ ഇവർ കാത്തുകൊള്ളണമേ. സന്തോഷത്തോടെ ക്ഷമിക്കുന്നതായ
നീതിയുടെയും വിശുദ്ധിയുടെയും ഫലങ്ങളെ നിനക്ക് സമർപ്പിക്കുവാനായിട്ടുള്ളവരോടുകൂടെ ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. നിന്റെ തിരുസന്നിധിയിൽ കരുണ കണ്ടെത്തപ്പെടുമാറാകണമേ. എന്തുകൊണ്ടാൽ നീയും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായും ഞങ്ങളെല്ലാവരുടെ മേലും രാജഭാരം ചെയ്യുന്നല്ലോ. കുടുംബത്തെയും സകല ലൗകിക സമ്പത്തുകളെയും സ്നേഹിതരെയും മറ്റുമുള്ള സകലത്തെയും ഉപേക്ഷിച്ച് നിന്റെ പിന്നാലെ വന്നിട്ടുള്ളവർ നിനക്ക് യോഗ്യരാകുന്നുവെന്ന് അരുളി ചെയ്തവനായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധ കൽപ്പനകളിൻ പ്രകാരം ഇവയെല്ലാം ഉപേക്ഷിച്ച് നിന്റെ പിന്നാലെ വന്നിരിക്കുന്ന ഈ ദാസനെ നീ കൈക്കൊള്ളണമേ. നിന്റെ സത്യമാർഗത്തിൽ ഇവരെ നടത്തിക്കൊള്ളണമേ. നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ഇവരുടെ ചുറ്റും നീ കോട്ട കെട്ടണമേ. ഇവരുടെ നേരെ ശത്രുവിന്റെ യാതൊരു ഉപായങ്ങളും ഭരിക്കുവാനാകരുതേ. എല്ലായ്പ്പോഴും ഇവർ നിന്നെ പ്രസാദിപ്പാൻ തക്കവണ്ണം അനുസരണവും താഴ്മയും ക്ഷമയും കൊണ്ട് നിറയ്ക്കണമേ. ആയത് എത്രയും പരിശുദ്ധമായ ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയാമിന്റെയും എല്ലാ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രത്യേക മാർത്തോമാശ്ലീഹായുടെയും പിതാക്കന്മാരുടെയും പ്രാർത്ഥനകളാലും മധ്യസ്ഥതയാലും അപേക്ഷയാലും തന്നെ ദൈവത്തിന്റെ പരിശുദ്ധ തൊഴുത്തിൽ കുഞ്ഞാടായിരുന്നവണ്ണം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ അബ്രഹാം കശീശ ദേവോസ്വയം സ്വയായി മുദ്രവിടപ്പെടുന്നു. കുടുംബത്തെയും സകല ലൗകിക സമ്പത്തുകളെയും സ്നേഹിതരെയും മറ്റുമുള്ള സകലത്തെയും ഉപേക്ഷിച്ച് നിന്റെ പിന്നാലെ വന്നിട്ടുള്ളവർ നിനക്ക് യോഗ്യന്മാരാകുന്നു എന്ന് അരുളി ചെയ്ത ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധ കൽപ്പന പ്രകാരം ഇവയെല്ലാം ഉപേക്ഷിച്ച് നിന്റെ പിന്നാലെ വന്നിട്ടുള്ള ഈ ദാസനെ നീ കൈക്കൊള്ളണമേ. നിന്റെ സത്യമാർഗത്തിൽ ഇവനെ നടത്തണമേ. നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ഇവന്റെ ചുറ്റും നീ കോട്ട കെട്ടണമേ. ഇവന്റെ നേരെ ശത്രുവിന്റെ യാതൊരു ഉപായങ്ങളും ഭരിക്കുമാറാകരുതേ. എല്ലായ്പ്പോഴും ഇവർ നിന്നെ പ്രസാദിപ്പിക്കാൻ തക്കവണ്ണം അനുസരണവും താഴ്മയും ക്ഷമയും കൊണ്ട് ഇവനെ നിറയ്ക്കണമേ. ആയത് എത്രയും പരിശുദ്ധയായ ദൈവമാതാവാകുന്ന പരിശുദ്ധ കന്യകമറിയാമിന്റെയും ശേഷമെല്ലാ ശുദ്ധിമാന്മാരുടെയും ശുദ്ധമതികളുടെയും പ്രത്യേക പിതാക്കന്മാരായ മാർത്തോമാശ്ലീഹായുടെയും പിതാക്കന്മാരുടെയും പ്രാർത്ഥനയാലും അധ്യസ്ഥതയാലും അപേക്ഷയാലും തന്നെ ദൈവത്തിന്റെ പരിശുദ്ധ തൊഴുത്തിൽ കുഞ്ഞാടായിരിക്കാൻ തക്കവണ്ണം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ തോമസ് കശീശ ദേവോസ്വയായി മുദ്രവിടപ്പെടുന്നു. കുടുംബത്തെയും സകല ലൗകിക സമ്പത്തുകളെയും സ്നേഹിതന്മാരെയും മറ്റുമുള്ള സകലത്തെയും ഉപേക്ഷിച്ച് നിന്റെ പിന്നാലെ വന്നിട്ടുള്ളവർ നിനക്ക് യോഗ്യന്മാരാകുന്നുവെന്ന് അരുളി ചെയ്ത ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധ കൽപ്പനകളിൻ പ്രകാരം ഇവയെല്ലാം ഉപേക്ഷിച്ച് നിന്റെ പിന്നാലെ വന്നിരിക്കുന്ന ഈ ദാസനെ നീ കൈക്കൊള്ളണമേ. നിന്റെ സത്യമാർഗത്തിൽ ഇവനെ നടത്തിക്കൊള്ളണമേ. നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ഇവന്റെ ചുറ്റും നീ കോട്ട കെട്ടണമേ. ഇവന്റെ നേരെ ശത്രുവിന്റെ യാതൊരു ഉപായങ്ങളും ഭരിക്കുമാറാകരുതേ. എല്ലായ്പ്പോഴും ഇവൻ നിന്നെ പ്രസാദിപ്പിക്കാൻ തക്കവണ്ണം അനുസരണവും
ശരണമായ കർത്താവേ, നിന്റെ സകല അത്ഭുതങ്ങളെയും ഞാൻ അറിയിപ്പാനായിട്ട് നിന്റെ തിരുനാമം എന്നെ അഭ്യസിപ്പിക്കണമേ. ദൈവത്തിന് എന്നെ കാഴ്ച അർപ്പിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ശരണമായ കർത്താവേ, നിന്റെ സകല അത്ഭുതങ്ങളെയും ഞാൻ അറിയിപ്പാനായിട്ട് നിന്റെ തിരുനാമം എന്നെ അഭ്യസിപ്പിക്കണമേ. ദൈവത്തിന് എന്നെ കാഴ്ച അർപ്പിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ശരണമായ കർത്താവേ, നിന്റെ സകല അത്ഭുതങ്ങളെയും ഞാൻ അറിയിപ്പാനായിട്ട് നിന്റെ തിരുനാമം എന്നെ അഭ്യസിപ്പിക്കണമേ. സ്വർഗീയ സൈന്യങ്ങളാൽ ആരാധിക്കപ്പെടുന്ന ലേഖനാഥനെ ഭൂമിയിലേക്ക് അയച്ച പാപത്തിന്റെ ദാസന്മാരെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും നീതിയും പ്രവർത്തികളാൽ അവരെ മലാഖമാരെ പോലെ ഭൂമിയിൽ പെരുമാറുവാനായിട്ട് കൽപ്പിക്കുകയും ചെയ്ത സർവശക്തനായ ദൈവമായ കർത്താവേ, ആത്മീയവും സ്വർഗീയമായ സകലമായിട്ടുള്ളതുകൊണ്ട് ഇന്നത്തെ ദാസനെ അനുഗ്രഹിക്കണമേ. നന്മയ്ക്കായി ഇവരെ നീ തിരഞ്ഞെടുക്കണമേ. നിന്റെ കർത്തൃത്വത്തിന്റെ ബഹുമാനത്തിന് യോഗ്യവും നിന്റെ അടുക്കൽ നിന്നുള്ള വാഗ്ദത്തങ്ങളെ പ്രത്യക്ഷപ്പെടുത്തുന്നതുമായ നടപടികളെ ഇവർക്ക് നൽകണമേ. ഉത്സാഹവും ഇടപെടാതെ ഉള്ളതും മാറ്റം ഭവിക്കാത്തതുമായ സന്തോഷവും പൂർണ്ണമായ വിശ്വാസവും ഇവർക്ക് ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ കർത്താവാകുന്ന യേശുമിശിഹ മുഖാന്തരം സ്വർഗീയ സൗഭാഗ്യങ്ങൾക്ക് ഇവർ യോഗ്യരായി തീരണമേ. എന്ന് പറഞ്ഞാൽ തന്നോട് ഒരുമിച്ചതിനും തന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ഓശോ ഇവരുടെ തലയിലെ മുടി ഇപ്പോൾ ഇവന്റെ തലയിലെ ദീപമായ ലോകത്തോടുകൂടി ഇവന്റെ സകല മൃഗീയ പ്രവൃത്തികളെ നീക്കുവാൻ തക്കവണ്ണം അപകടകാന്തോ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ നിത്യജീവന് വേണ്ടി ഈ രോഗം കത്തിരിക്കപ്പെടുന്നു. ഇവന്റെ തലയിലെ നിർജീവമായ ലോകത്തോടുകൂടി ഇവന്റെ സകല മൃഗീയ പ്രവൃത്തികളെ നീക്കുവാൻ തക്കവണ്ണം തോമസ് ദേവോസോ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ നാമത്തിൽ നിത്യജീവന് വേണ്ടി രോമം കത്തിരിക്കപ്പെടുന്നു.
സത്യത്തിന്റെ പ്രഭുവും വിശുദ്ധിയുടെ നൽകാനും തന്റെ ദാസന്മാരുടെ ശരണവും തന്റെ മതന്മാരുടെ ആശ്രയവുമാകുന്ന ഞങ്ങളുടെ കർത്താവാകുന്ന യേശുമിശിഹ കടന്നു പോകുന്ന ഈ ലോകത്തിലെ ദൂഷണങ്ങളിൽ നിന്നും ഓടി ഒളിപ്പാൻ നിന്റെ ദാസർക്ക് നീ തലവനും ഗുരുവും നായകനും ആയിരിക്കണമേ. ബഹുമാനമുള്ള നിന്റെ ശ്രീപാഠ അടയാളത്തെ ഇവരുടെ കഴിവിൽ വഹിക്കുന്നതിനും നിന്റെ താഴ്മയുടെ ലക്ഷ്യത്തെ കൈകൊള്ളുന്നതിനും ഇവർക്ക് പ്രാപ്തിയുണ്ടാകുവാൻ തക്കവണ്ണം ദൈവികമായ നിന്റെ ഭയം കൊണ്ട് ഇവരെ ജ്ഞാനികളാക്കി തീർക്കണമേ. ഇവരുടെ ആയുഷ്കാലം മുഴുവനും ഇവർ നിന്റെ സത്യശിഷ്യന്മാരായി ഇരിക്കുമാറാക്കണമേ. നിന്റെ ദൈവം പ്രവർത്തിക്കുന്നതിന് ഇവരെ പഠിപ്പിക്കണമേ. നിന്റെ പരിശുദ്ധ റൂഹായുടെ അച്ചാരത്തെ ഇവർക്ക് കൊടുക്കണമേ. ഇവരുടെ ആയുഷ്കാലമെല്ലാം സുവർണതരങ്ങളായ സൽപ്രവർത്തികളിൽ തികഞ്ഞ വസ്ത്രം ഇവരെ ധരിപ്പിക്കണമേ. കർത്താവേ, നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. നിന്നിൽ നിന്ന്
കർത്താവായ വാഗ്ദാനികളുടെ ദുർഭോഗങ്ങളാൽ നിർമ്മിച്ചു പോകുന്ന പഴയ വസ്ത്രത്തെ മനുഷ്യനെ നിന്നിൽ നിന്ന് കളഞ്ഞിട്ട് സൃഷ്ടാവിന്റെ സ്വരൂപത്തെ പുതുക്കുന്ന പുതിയ വസ്ത്രത്തിനെ ധരിപ്പിക്കുമാറാകട്ടെ. അവന്റെ വലതുഭാഗത്ത് സാത്താൻ അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിന്നിരുന്നു. കർത്താവിന്റെ മാലാഖ സാത്താനോട്, യെരൂശലേമിനെ തിരഞ്ഞെടുത്ത ദൈവം നിന്നെ നിന്ദിക്കും, അഗ്നിൻ മധ്യത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട നീ കുഴിയിലാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യോശുവ മഞ്ഞവസ്ത്രം ധരിച്ച് കർത്താവിന്റെ മാലാഖയുടെ മുൻപാകെ നിന്നിരുന്നു. തന്റെ ചുറ്റിലുമായി നിന്നിരുന്നവരോട് മാലിന്യവസ്ത്രം അവനിൽ നിന്ന് നീക്കിക്കളയുവാൻ ദൂതൻ ആജ്ഞാപിക്കുകയും അവർ അപ്രകാരം ചെയ്യുകയും ചെയ്തു. ദൂതൻ അവനോട്, ഇതാ നിന്റെ അന്യായം ഞാൻ നീക്കിക്കളഞ്ഞ് ഉത്തമമയായ നിലയങ്കി നിന്നെ ധരിപ്പിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. അവന്റെ തലയിൽ വെടുപ്പുള്ള കിരീടം വയ്ക്കുന്നതിന് ദൂതൻ പറയുകയും അവർ വെണ്മയായ ഒരു മകുടം അവന്റെ തലയിലേക്ക് ശുഭ്രമായ വസ്ത്രങ്ങൾ അവനെ ധരിപ്പിക്കുകയും ചെയ്തു. കർത്താവിന്റെ മാലാഖ അവനെ കുറിച്ച് സാക്ഷിച്ച പ്രകാരം പറഞ്ഞു, ബലവാനായ ദൈവം അരുളി ചെയ്യുന്നു, നീ എന്റെ വഴികളിൽ കൂടെ നടക്കി എന്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നീ എന്റെ ഭവനത്തെ ന്യായവിധിക്കുകയും എന്റെ ആട്ടിൻപെടുത്തെ കാറ്റുകൊള്ളുകയും ചെയ്യും. ഈ നിൽക്കുന്നവരുടെ മധ്യയായി തീരുവാൻ ഞാൻ നിനക്ക് സംഗതി വരുത്തും. പ്രധാന ആചാര്യനായ യോശുവയെ നിങ്ങൾ വിസ്മയ പുരുഷന്മാരാക്കിയാൽ നീ നിന്റെ മുൻപിൽ നിൽക്കുന്ന നിന്റെ സ്നേഹിതന്മാരും ശ്രദ്ധിച്ചു കൊള്ളുക. പാർക്കുമോ
ദൈവോധന്റെ ശ്രീമാനങ്ങൾ കാവലും ഒരു പോകാതായുമായിരിക്കട്ടെ. അതിനാൽ ശത്രുവിനെയും മത്സരക്കാരായ ആത്മാക്കളുടെയും സകലശക്തികളെയും നീ മറച്ച് കൊള്ളട്ടെ. ദൈവോധന്റെ ശ്രീമാനങ്ങൾ കാവലും ഒരു പോകാതായുമായിരിക്കട്ടെ. അതിനാൽ ശത്രുവിനെയും മത്സരക്കാരായ ആത്മാക്കളുടെയും സകല ശക്തിയെ നീ മറിച്ചിടുമാറാകട്ടെ. ഇപ്പോൾ ഈ വസ്ത്രം സ്വീകരിച്ചിരിക്കുന്ന 3 പേരും വശത്തേക്കും ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് കുമ്പിടുന്നു. കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്. ഞാൻ ഈ നല്ലവരെ പ്രാപിച്ചതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണമേ. ഞാൻ ഈ നൽവരം പ്രാപിച്ചതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണമേ. വടക്കോട്ട്. ഞാൻ ഈ നൽവരം പ്രാപിച്ചതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണമേ. ഞാൻ ഈ നൽവരം പ്രാപിച്ചതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണമേ. സമാധാന സുവിശേഷത്തിന്റെ പ്രതീകമായ ചെരുപ്പ് ഇവർക്ക് നൽകുന്നു. 3 പേരുടെ മുമ്പിൽ വെക്കുക. ഞാൻ ആദ്യത്തെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഇടത്തെ കാലിടുക. രണ്ടാമത്തെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ വലത്തെ കാലിടുക. കർത്താവ് സമാധാനത്തിന്റെ സുവിശേഷത്തിന്റെ വിരുദ്ധമായി നിങ്ങളെ ചെരുപ്പിടിക്കട്ടെ. ഉയരത്തിൽ നിന്ന് നിങ്ങൾക്ക് ശക്തി നൽകട്ടെ. സർപ്പങ്ങളുടെയും കേളുകളെയും മേൽ ശത്രുവിന്റെ സകല ശക്തിയെയും നിങ്ങൾ ചവിട്ടുമാറാകട്ടെ. ദൈവികമായ അറിവിനെതിരായി അംഗീകരിക്കുന്ന എല്ലാ ഉയർച്ചയും കർത്താവ് നിങ്ങളുടെ വാദങ്ങൾ കീഴാക്കട്ടെ. എല്ലാ ജാഗ്രതകളെയും എന്നേക്കുമായി നിങ്ങൾ ചവിട്ടുമാറാകട്ടെ. കർത്താവേ, ശ്രീമായാലിവരെ മുദ്രയിടുകയും നിന്റെ ഘോഷമായാലിവരെ അടയാളം വരയ്ക്കുകയും പരിശുദ്ധമായ അടയാളത്താൽ ഇവരെ കുറിയിടുകയും നിന്റെ ഇടവകയിലെ ആട്ടിൻകൂട്ടത്തിൽ ഇവരെ കലർത്തുകയും ചെയ്യണമേ. ആയത് ഞങ്ങളുടെ കർത്താവും ദൈവവും ഞങ്ങളുടെ ദൈവവുമായുള്ളവരെ, ഇവരുടെ ആയുഷ്കാലം മുഴുവനും ഇവർ നിന്നെ സ്തോത്രം ചെയ്യുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. നിന്റെ വിളക്ക് എല്ലായ്പ്പോഴും
കത്തിക്കൊണ്ടിരിക്കണമെന്നുള്ളതിന്റെ അടയാളമായി ഈ കത്തിച്ച മെഴുകുതിരി നിനക്ക് നൽകപ്പെടുന്നു. മനുഷ്യർ നിങ്ങളുടെ നല്ല നടപടികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മൗനപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവിടെ മുൻപാകെ ശോഭിക്കട്ടെ എന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. നിന്റെ വിളക്ക് എല്ലായ്പ്പോഴും കത്തിക്കൊണ്ടിരിക്കണമെന്നുള്ളതിന്റെ പ്രതീകമായി കത്തിച്ച ഈ മെഴുകുതിരി നിനക്ക് നൽകുന്നു. സ്വർഗസ്ഥനും സകല തലമുറകളിലും വിശുദ്ധരുമായവരുടെ ആത്മാക്കളിൽ അധിവസിക്കുന്നവരുമായ സർവശക്തനായ ദൈവമായ കർത്താവേ, ഈ ദാസരുടെ അടുക്കൽ നല്ല അടയാളത്തെ നീ പ്രവർത്തിക്കണമേ. അവസാനത്തോടും കലകൂടാതെ കാത്തുകൊള്ളപ്പെടുവാനും നിനക്ക് നിരീക്ഷണമായ കൃപ കൊണ്ട് നിറയുവാനുമായിട്ട് ഇവരുടെ നടപടികളെ നിന്നെ ഭയപ്പെടുന്നവരുടെ നടപടികളോടും കൂടി സംയോജിപ്പിക്കണമേ. ലജ്ജയ്ക്കിടയാകാത്ത ഓട്ടത്തെ ഇവർക്ക് സൗജന്യം നൽകണമേ. നിന്റെ സന്തോഷത്തിന് ഇവരെ യോഗ്യരാക്കണമേ. നിന്റെ സകല കൽപ്പനകളെയും ഇവർ പ്രവർത്തിക്കുമാറാക്കണമേ. നീ ഇവർക്ക് സഹായകനും രക്ഷകനുമായിരിക്കണമേ. സകല ഉത്തമ കാര്യങ്ങളിലും ധൈര്യവും സകല ശക്തിയും സ്ഥിരതയും ഇവന് നീ നൽകണമേ. ശത്രുവിനാൽ തോൽപ്പിക്കപ്പെടാത്തവനായി ഇവനെ നിലനിർത്തണമേ. നിന്നുള്ള ദൈവികമായ ദ്വാരങ്ങളിലും സ്വർഗീയമായ ഉപദേശങ്ങളിലും ഇവരുടെ ആത്മാവിനെ നീ പുലർത്തണമേ. നിന്റെ നിരീക്ഷണത്തെ പൂർണ്ണമാക്കുകയും നിവർത്തിക്കുകയും ചെയ്യുന്നതിന് ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. നിന്നുള്ള കൃപയും കരുണയും ധാരാളമായി ഇവർക്ക് നീ കൊടുക്കണമേ. സകല അപായങ്ങളിൽ നിന്നും നാവുകളിൽ നിന്നും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും കരേറ്റുമാറാകണമേ. ഓശോ വാബുകുല സുബാലുൽ മീൻ. ദൈവത്തിന്റെ മുൻപാകെയും പരിശുദ്ധ മാലാഖമാരുടെ മുൻപാകെയും തന്റെ പരിശുദ്ധമായ മുൻപാകെയും ആചാര്യസ്ഥാനത്തിന് അടുത്തതും ദൈവികമായ ഈ സഹോദരവർഗങ്ങളുടെയും മുമ്പാകെ നിങ്ങൾ ഉടമ്പടി ചെയ്ത് ഏറ്റുപറഞ്ഞിട്ടുള്ള ഈ ഉടമ്പടിയുടെ ഉറപ്പിനായിട്ട് സ്നേഹത്തിന്റെയും പരിശുദ്ധ റൂഹായുടെയും ബന്ധനം മൂലമുള്ള വിശ്വാസത്താൽ ഞങ്ങൾ കർത്താവിനാൽ നിങ്ങൾക്ക് സമാധാനം തരുന്നു. തന്റെ സമാധാനം നമ്മുടെ ഇടയിൽ വസിക്കുകയും തന്റെ സ്നേഹം നമ്മുടെ ആത്മാക്കളിൽ സ്ഥിരപ്പെടുകയും തന്റെ കൃപ നമ്മുടെ മേൽ വാഴുകയും തന്റെ കരുണ നമ്മുടെ ആയുഷ്കാലം മുഴുവനും എന്നേക്ക് നമ്മെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. മനുഷ്യ സ്നേഹിയും വളരെ കൃപയുള്ളവരുമാകുന്ന ദൈവതമ്പുരാനെ, ബലഹീനവും കുറവുള്ളതുമായ ലോകത്തോടുള്ള നിന്റെ കൃപാതിരേകത്തിനും നല്ല സഹായങ്ങൾക്കും വേണ്ടി ഞങ്ങൾ സ്തോത്രം സമർപ്പിക്കുന്നു. നിന്റെ കൃപാ കടാക്ഷത്താൽ അയോഗ്യരായ ഞങ്ങളെ നിന്റെ സ്നേഹ സന്ദേശത്തിന്റെ പ്രവർത്തകരാക്കി തീർത്തു. കൽപ്പന ലംഘനത്തിനെന്താൽ നിനക്ക് ഇതരായി തീർന്നാൽ ഞങ്ങളെ നിന്റെ മക്കളും പൗരക്കാരുമാക്കി തീർക്കുകയും സ്വർഗസ്ഥനായ നിന്റെ പിതാവിന്റെ സ്നേഹത്തിനും അവകാശികളുമായി ഞങ്ങൾ ഭേദപ്പെടുകയും ചെയ്തു. പാപം മൂലം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വീണുപോയ ഞങ്ങളെ മനുഷ്യ സ്നേഹിയായ നീ നിന്റെ ആദരതയാൽ വീണ്ടും സ്വർഗത്തിലേക്ക് കയറ്റി നിന്റെ ഭുജങ്ങളിൽ ഞങ്ങളെ ആഘോഷിക്കുകയും ഞങ്ങളുടെ പൂർവികമായ അവകാശത്തിലേക്ക് ഞങ്ങളെ തിരികെ കൊണ്ടുവരികയും ചെയ്തു. പഴയ മനുഷ്യനെ ഇവരിൽ നിന്ന് ഉരിഞ്ഞു കളഞ്ഞ് നീതിയും നടപടികളാൽ പുതുക്കപ്പെട്ട് ആത്മീയ പുതുമനുഷ്യനെ ഇവരെ ധരിപ്പിക്കണമേ. ഇവരുടെ പാപങ്ങളുടെ മോചനത്താൽ ഇവരുടെ മുഖത്തെ പ്രകാശിപ്പിക്കുകയും തേജോമയമായ മേലകി ഇവരെ ധരിപ്പിക്കുകയും ചെയ്യണമേ. വിഷയാസക്തിയുടെ ജ്വാലകളെ ഇവരിൽ നിന്ന് കടത്തി കളയുകയും യാഗമയമല്ലാത്ത നിന്റെ സ്നേഹത്തിന്റെ അണിഞ്ഞുപോകാത്ത ഇവരിൽ കത്തിക്കുകയും ചെയ്യണമേ. നീ മൂലം യോഗ്യമായ വിധത്തിൽ ഇവർ ജീവിക്കുകയും നിന്റെ അണിഞ്ഞുപോകാത്ത സഹായങ്ങൾ ഇവർ പ്രാപിക്കുകയും ചെയ്യണമേ. നിന്റെ സത്യത്താലും നിന്റെ യോഗ്യതകളാലും ഇവരെ നീ പൂർണ്ണരാക്കുകയും സ്തുത്യമായ നിന്റെ കൃപയും കൊടുക്കുകയും ചെയ്യണമേ. ജീവസഹായങ്ങളായ നിന്റെ കൽപ്പനകളെ ലംഘിക്കുന്നതിന് ഇവരെ ഒരുക്കണമേ. നിന്നോടുള്ള ഭക്തിയാൽ ഇവരെ നിറയ്ക്കണമേ. നിന്റെ വലകയും ഇടകയും ഇവർക്ക് ആയുധമായി കൊടുത്ത് ഇവരെ
ശക്തിപ്പെടുത്തണമേ. അടക്കം ഒതുക്കത്തിലും വെളിപ്പാലും ഇവരുടെ അരകെട്ടുകയും സർവങ്ങളെയും ചേർക്കുകയും ശത്രുവിന്റെ സകല സൈന്യത്തെയും ചവിട്ടി മതിക്കുവാൻ ഇവർക്ക് സംഗതിയാകണമേ. തീ കഴുത്ത വിധത്തിൽ ഇവരുടെ ജീവിതത്തെ പരിപാലനയിലും വിജയത്തിലും ഇവരുടെ പഞ്ചേന്ദ്രിയങ്ങളെയും കാത്തുകൊള്ളണമേ. നിന്റെ വിശുദ്ധായ ഇവരെ താമസിപ്പിക്കണമേ. ബലഹീനരായവരുടെ നിന്റെ ബലത്താൽ ധൈര്യപ്പെടുത്തണമേ. ആയത് പരിശുദ്ധങ്ങളും ജീവപ്രദങ്ങളുമായ നിന്റെ കൽപ്പനകളെ ഇവർ പ്രമാണിക്കുവാനായിട്ട് തന്നെ ഇവരുടെ ജീവിത ക്രമങ്ങൾക്കും പരിശുദ്ധമായ വേഷത്തിലും അനിവാര്യമായ വിധത്തിൽ ഇവർ നയിക്കപ്പെടുകയും സന്തോഷത്തോടെ നിന്റെ പ്രതീക്ഷയുടെ ദിവസത്തിൽ കരുണയ്ക്ക് യോഗ്യരാക്കപ്പെടുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരുടെ സ്വർഗീയവും നിത്യവുമായ നിന്റെ രാജ്യത്തിൽ നിന്റെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയാലുവായ നാഥ, ഇവർക്ക് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഈ നിന്റെ ദാസ വ്യാജമായ നിന്റെ സന്നിധിയിൽ ചെയ്തു പോലുള്ള പ്രതിഷ്ഠകളെ കാത്തുകൊള്ളണമേ. ലോകത്തിന്റെ ഭാര്യയെ പോലെ ഇവർ പിന്നോക്കം തിരിഞ്ഞു പോകരുതേ. എന്നാൽ ലോകത്തിനായി മാത്രമേ ഇവർ ജീവിക്കുകയും നിങ്ങളെയൊക്കെ സൂക്ഷിച്ച് നോക്കുകയും ഇവരുടെ ആയുഷ്കാലം മുഴുവൻ ലജ്ജ കൂടാതെ തിരുവന്മാർക്ക് നിൽക്കുകയും ഒരു നാൾ വഴി പോകാത്ത സ്വർഗീയ ഭാഗ്യങ്ങൾക്ക് അക്ഷയമായ പണമടയ്ക്കും. നിന്റെയും നിന്റെ പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും കൃപയാൽ കരുണയാലും യോഗ്യരായി തീരുകയും ചെയ്യണമേ. അവരോടൊന്നിച്ച് തനിക്ക് സ്ത്രീ ബഹുമാനവും ആധിപത്യവും കൃതജ്ഞതയും യോഗ്യമാകുന്നു. മനുഷ്യ സ്നേഹിയായ